ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ അനേകം മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുട്ടികൾക്കൊക്കെ പരീക്ഷയുടെ സമയമാണ്. ചിലർ ഭയപ്പെട്ട് വരും, അച്ഛാ ഞങ്ങൾക്ക് പേടിയാണ്, ചില ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുണ്ട്, പരീക്ഷയെ ഫേസ് ചെയ്യാൻ ഭയമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന വചനമാണ് ഏശയ്യാ 41:10. ചില കുട്ടികൾക്കൊക്കെ അടുത്ത റൂമിലേക്ക് കടക്കാൻ പോലും പേടി, ഇരുട്ടുള്ള റൂമിലേക്ക്. ചിലരൊക്കെ കുടുംബത്തിലോ അയൽപ്പക്കത്തിലോ ചില മരണങ്ങളൊക്കെ സംഭവിച്ച ഭയപ്പെട്ടു വരും. പ്രിയപ്പെട്ടത്, അന്ന് മുതൽ അനേക മക്കൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു വചനമാണ് ഏശയ്യാ 41:10. പ്രിയപ്പെട്ടവരെ, ഇതിൽ പലതരത്തിൽ ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം, ഭയപ്പെട്ടിരിക്കുന്നുണ്ടാകും. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഈശോ നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിലുടനീളം ദൈവം വ്യക്തിപരമായിട്ട് പല സാഹചര്യങ്ങളിൽ സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ദുഃഖങ്ങളിൽ, ഞെരുക്കങ്ങളിലൊക്കെ കർത്താവ് നേരിട്ട് സംസാരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ നാളുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം അച്ഛന് ഇങ്ങോട്ട് വന്നപ്പോൾ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്: ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കുക, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? എൻ്റെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം എപ്രകാരമാണ്? എൻ്റെ കുടുംബത്തിൽ ഇന്ന് കുടുംബ പ്രാർത്ഥനയുണ്ടോ? വ്യക്തിപരമായ ജപമാലയുണ്ടോ? കരുണയുടെ ജപമാല ചൊല്ലുന്ന ഒരു പതിവുണ്ടോ? ഒറ്റയ്ക്ക് ഈശോയോട് അടുത്തിരിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടോ? പ്രിയപ്പെട്ടവർ, ഓരോ വ്യക്തികളും ചിന്തിക്കണം. ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ പെട്ടെന്ന് പോയി തന്നെ കുമ്പസാരിക്കുന്ന ഒരു പതിവ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ കുടുംബവും നിന്റെ ജീവിതവും അതിവേഗം നശിക്കുമെന്ന് വചനം പറയുകയാണ്. വലുതരുത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഒരു സഹോദരി എന്നെ കാണാൻ വന്നു. അച്ഛാ, ജീവിതത്തിൽ തുടർച്ചയായിട്ട് അനർത്ഥങ്ങൾ, തുടർച്ചയായിട്ട് ദുരിതങ്ങൾ. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത് തന്നെയാണ്, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലിരുന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്കറിയാം, കുറേ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, ദുരിതം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്ന് ആരംഭിക്കും. പിന്നെ പ്രിയപ്പെട്ട ഒരു പെരുമഴ പോലെ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ ശക്തമായിട്ട് പിന്നാലെ 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 ചില ദുരിതങ്ങളൊക്കെ ചില കുടുംബങ്ങളിലുണ്ട്. അതോടുകൂടി നമ്മൾ മാനസികമായിട്ട് തളരും. ചിലർ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികൾ പോലും ചില അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ അവർ അറിയാതെ ചിന്തിക്കും, ഞങ്ങൾ എന്തിനാ പ്രാർത്ഥിച്ചത്, എന്തിനാ ഇത്ര കാലം നോമ്പെടുത്തത്, ഉപവസിച്ചത്, കൊന്ത ചൊല്ലിയത്, വിശുദ്ധ കുർബാനയ്ക്ക് പോയത്. വളരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഇതിൽ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവ് വചനത്തിലൂടെ പറയാണ്. സങ്കീർത്തന പുസ്തകം 57-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില വിനാശത്തിന്റെ കൊടുങ്കാറ്റ്, അനർത്ഥത്തിന്റെ, ദുരിതങ്ങളുടെ, വേദനകളുടെ, അപകടങ്ങളുടെ, ആപത്തുകളുടെ ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കും. ആ സമയത്ത് ഓടി നടക്കരുത്, ഇതിൽ പെടും, ഈ കൊടുങ്കാറ്റിൽ പെടും. ചിലർ അപ്പോഴും അവരിവർ നോക്കിയും അവരുടെ ഇവിടെ പുറകേക്ക് പോയി എങ്ങോട്ടാണ് രക്ഷ എന്ന് ഓടി നടക്കും. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം നീ ഇതുപോലെ കർത്താവിൻ്റെ ചിറകിൻ കീഴിന് ഒരു പ്രതീകമാണ് ഈ ദേവാലയം, വചന കൂടാരം. ഇവിടെയൊക്കെ ഇരുന്ന് നന്നായി നീ പ്രാർത്ഥിക്കണം. നിന്റെ ദേവാലയത്തിൽ നീ പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. വലുതെത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യർക്ക് സംഭവിക്കുന്നത് ചില ദുരിതങ്ങൾ, വേദനകൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികൾ പോലും പ്രാർത്ഥിക്കാതെയാവും. പിശാചിൻ്റെ ഏറ്റവും വലിയ കെണിയാണ്, അതായത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും പ്രാർത്ഥന നിർത്തുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ചിലപ്പോൾ പിശാച് കൈവയ്ക്കും, ജോബിന് സംഭവിച്ചതുപോലെ. അതുകൊണ്ടാണ് പറയും, നമ്മൾ ആരെയും ഈ ലോകത്തിൽ ദൈവത്തെക്കാൾ അധികമായിട്ട് സ്നേഹിക്കരുത്. നമ്മുടെ അപ്പനെ സ്നേഹിക്കരുത്, ദൈവത്തെക്കാൾ വലിയ സ്ഥാനം കൊടുക്കരുത്, നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കരുത്.
ജീവിത പങ്കാളിക്ക് കൊടുക്കരുത്, മക്കൾക്ക് കൊടുക്കരുത്, നമ്മുടെ വാഹനത്തിന് കൊടുക്കരുത്, നമ്മുടെ സമ്പത്തിന് കൊടുക്കരുത്, നമ്മുടെ സൗന്ദര്യത്തിന് കൊടുക്കരുത്, ആരോഗ്യത്തിന് കൊടുക്കരുത്, കഴിവിന് കൊടുക്കരുത്. ഒരു ദിവസം പിശാച് ചിലപ്പോൾ അതിൻ്റെ മേലും കൈവയ്ക്കും. അപ്പൊ നീ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യത്തിൽ, പ്രതീക്ഷിച്ച് വെച്ചിരുന്ന ഒരു സ്വപ്നത്തിൽ പിശാച് ചിലപ്പോൾ കൈവയ്ക്കും. അതോടുകൂടി ചിലരുടെയൊക്കെ പ്രാർത്ഥന നിന്നുപോകും. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് നിനക്കൊരടയാളമാണ്. മകനെ, മകളെ, നീ കുറച്ചുകൂടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എന്നും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. എന്നും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുക, പങ്കെടുക്കുക. പരിശുദ്ധ കുർബാനയുടെ വില പലർക്കും ഈ കൊറോണ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഞാനൊക്കെ എൻ്റെ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പലരും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾ ആ ജനലയുടെ അടുത്ത് പുറത്ത് അങ്ങനെ നിൽക്കാം, അച്ഛാ ആ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് കുർബാനയ്ക്ക് കൊണ്ടുവന്ന് തരൂ. അത് വിശുദ്ധ കുർബാന ഒരു കാലഘട്ടത്തിൽ ശക്തിയായിരുന്നവർക്ക് വിശുദ്ധ കുർബാന കിട്ടാതെ വന്നപ്പോഴുള്ള വിഷമം ഞാൻ കണ്ടു. എൻ്റെ ദേവാലയം എന്ന് പറയും കാക്കശ്ശേരി പള്ളിയാണ്, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയമാണ്. അവിടെ പ്രിയപ്പെട്ടവർ എല്ലാ ദേവാലയങ്ങളും അടയ്ക്കപ്പെടുന്ന സമയത്ത് ദൈവജനം എല്ലായിടങ്ങളിലും മാർക്കറ്റിലേക്ക്, ഷോപ്പിലേക്ക്, എല്ലാവർക്കും ബാക്കിയെല്ലാം പോകാൻ അവർക്ക് ധൈര്യമുണ്ട്. ഞാൻ ദൈവജനത്തെ പഠിപ്പിച്ചു, നിങ്ങൾ കുർബാനയ്ക്ക് പോയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളിലൊക്കെ എൻ്റെ ദേവാലയത്തിൽ 6 കുർബാന വരെ ചൊല്ലിയിട്ടുണ്ട്. വലുതിർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എനിക്ക് കിട്ടിയത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അപ്പനും അമ്മയുമാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത്. വലുതിർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് ഇവിടെ പള്ളിക്കുന്നാണ്. ആ പള്ളിയിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ദിവസങ്ങളിൽ പോലും 365 ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു. അങ്ങനെ എനിക്ക് സമ്മാനം, ഒരു അച്ഛൻ്റെ നിന്ന് സമ്മാനം കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. 365 ദിവസം പള്ളിയിൽ പോയിരുന്നു. എനിക്കൊരു പെട്ടെന്നൊരു പ്രലോഭനം വന്ന ഒരു സമയം ഇപ്പോഴാണ്. അതായത് അവിടെ എൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയമായപ്പോൾ എനിക്ക് ഒരു പ്രലോഭനം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 10ാം ക്ലാസ് പ്രധാനപ്പെട്ട പരീക്ഷയാണല്ലോ, നന്നായിട്ട് പഠിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് പള്ളിയെ പോകുന്ന 3/4 മണിക്കൂർ സമയം അല്ലെങ്കിൽ 40 മിനിറ്റ് സമയം ഞാൻ വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് പഠിച്ചോളാം. എനിക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടില്ലേ അമ്മയെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പണ്ടേ ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പം അമ്മ കൺഗ്രാജുലേഷൻ ബേബി അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ആ വാക്യമാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിലുള്ളത്. ഇന്ന് എനിക്ക് വിശ്വാസമാണ്. എൻ്റെ അമ്മ, ഇന്നത്തെ കാലത്ത് ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും, മോനെ, മോളെ, പള്ളിയെ പോയില്ലെങ്കിൽ നീ പഠിക്ക്, മോള് വിജയിക്ക്, രക്ഷപ്പെടുക എന്ന് പറയും. എൻ്റെ അമ്മ പഠിപ്പിച്ച പാഠം ഇതാണ്. എൻ്റെ മകന് വിശുദ്ധ കുർബാനയ്ക്ക് പോയതിൻ്റെ പേരിൽ, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്ന് പഠിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും നിനക്ക് 10 മാർക്ക് കുറയില്ല, 10 മാർക്ക് കൂടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എനിക്ക് 10ാം ക്ലാസ്സിൽ 100 മാർക്ക് കർത്താവ് കൂടുതൽ എന്നുണ്ട്. വലുതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളും മക്കളെ അങ്ങനെ പഠിപ്പിക്കണം. എന്ത്? വിശുദ്ധ കുർബാനയ്ക്ക് പോയതിൻ്റെ പേരിൽ, കുടുംബ പ്രാർത്ഥന നടത്തിയതിൻ്റെ പേരിലൊന്നും നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒന്നും കുറഞ്ഞു പോകില്ലെന്ന് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. വലുതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയിൽ നിന്ന് കിട്ടിയ വിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആയിരിക്കുന്ന കാക്കശ്ശേരി പള്ളിയിൽ കൊറോണ കാലഘട്ടത്തിൽ ദൈവജനം ഇടയ്ക്കൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വരണോ എന്ന് ഭയപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തോടെ ആ ദൈവജനത്തെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പച്ചക്കറി കടയ്ക്ക് പോകുന്നുണ്ട്, ഷോപ്പിക്ക് പോകുന്നുണ്ട്, പല ജോലി കാര്യങ്ങൾക്കൊക്കെ, ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ കുർബാനയ്ക്ക് വന്നാലേ നിങ്ങൾക്ക് കൊറോണ വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ദൈവജനത്തെ ഞാൻ വിശ്വാസത്തോടെ പഠിപ്പിച്ചു. നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഈ ദേവാലയത്തിൽ ആർക്കും കൊറോണ വന്ന് മരിക്കേണ്ട അവസ്ഥ വരില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പോലും ഈ കൊറോണ ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലൊക്കെ ഉണ്ട്, ഒരു വ്യക്തി പോലും കൊറോണ വന്ന് മരിക്കേണ്ട അവസ്ഥ എൻ്റെ ദേവാലയത്തിൽ ദൈവം ഇടവരുത്തിയിട്ടില്ല. വലുതുവരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയത് എൻ്റെ ബുദ്ധിയിൽ അറിവല്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ അമ്മ പഠിപ്പിച്ച ഒരു പാഠം. എൻ്റെ മകന് വിശുദ്ധ കുർബാനയ്ക്ക് പോയതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരു കുറവ് വരില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണം.
വിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെള്ളാറ്റഞ്ഞൂര് എന്ന് പറഞ്ഞ ഇടവകയിലെ ഒരു നവനാൾ കുർബാനയ്ക്ക് പോയതാ. അവിടെ പരിശുദ്ധ കുർബാനയെ കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിൽ ജീന എന്ന് പറയുന്ന സഹോദരി ഒരു വലിയൊരു അസുഖം ബാധിച്ച് അതിലുണ്ടായിരുന്നു. ഡോക്ടർമാർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല എന്താ അസുഖമെന്ന്. അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ അറിയാതെ ആ വ്യക്തിയിൽ ഒരു വിശ്വാസം വളർന്നു. ഈ അച്ഛൻ അർപ്പിക്കുന്ന ബലി ഞാൻ സുഖപ്പെടും. അന്ന് പ്രിയപ്പെട്ടവരെ, ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ആ വിശുദ്ധ കുർബാന മധ്യേ കാസയും പീലാസയും ഉയർത്തുന്ന സമയത്ത് ഈ ജീന എന്ന് പറയുന്ന സഹോദരി പ്രകാരം പറഞ്ഞു, കർത്താവേ, ഈ അച്ഛൻ കാസയും പീലാസയും ഉയർത്തുന്ന ഈ സമയത്ത് എൻ്റെ ഈ രോഗം കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ഈ വ്യക്തി സുഖപ്പെട്ടതായിട്ട് ആ വ്യക്തിക്ക് ശരീരത്തിൽ അനുഭവപ്പെടുകയാണ്. കുർബാന കഴിഞ്ഞ ഉടനെ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ ഞാൻ സുഖപ്പെട്ടു. അപ്പോൾ 2-3 മാസമായിട്ടുള്ള അസുഖമാണ്. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, നിന്നെ എനിക്ക് 2-3 മാസമായിട്ട് അറിയും, നിൻ്റെ രോഗമൊക്കെ. നിനക്കിപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുർബാനയിലൊക്കെ ആവേശത്തിന് തോന്നും. നീ അതുകൊണ്ട് 2 മാസം വെയിറ്റ് ചെയ്യും. അതിനിടയിൽ വന്നില്ലെങ്കിൽ നീ അച്ഛനോട് പോയി സാക്ഷി. വന്നിട്ട് 2 മാസം കഴിഞ്ഞ് ഈ ജീന എന്ന് പറയുന്ന സഹോദരി ഒരിക്കലും ഫോൺ ചെയ്ത്, സിൻഡോച്ചനല്ലേ, ഞാൻ അന്ന് അച്ഛന് അർപ്പിച്ച ആ ബലിയിൽ എൻ്റെ രോഗാവസ്ഥ, ഡോക്ടർമാർക്കും അറിയാത്ത ഈ രോഗാവസ്ഥ സമർപ്പിച്ച് ആ ബലിയിൽ സമർപ്പിച്ചപ്പോൾ ഞാൻ സുഖപ്പെട്ടു. വലതുരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും പ്രിയപ്പെട്ടവർ, നമ്മൾ അർപ്പിക്കുന്ന ബലികളൊക്കെ അനുഭവമാകാത്ത, ചിലർക്ക് ബോറിംഗ് ആയിട്ട് തുടങ്ങുന്നതിന് കാരണം എന്താണെന്നറിയൂ, നമുക്ക് ഈ പരിശുദ്ധ കുർബാന ഒരു അനുഭവമായിട്ടില്ല. ജീവിതമായിട്ടൊരു ബന്ധമില്ല. നമ്മൾ അച്ഛന്മാർ കാസിയും പീലാസും ഉയർത്തുന്ന സമയത്ത് ഇന്ന് പതിവില്ലാതെ അച്ഛൻ നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ടല്ലോ, ഇന്ന് പകുതിയാണല്ലോ ഉയർത്തിയിട്ടുള്ളോ. കുറേ പേർക്ക് കുറച്ച് സമയം ഇങ്ങനെ നോക്കിക്കുമ്പോൾ അല്ല അച്ഛത് വെക്കുന്നില്ല താഴെ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത ദുഃഖങ്ങൾ, സഹനങ്ങൾ, പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ, ദുരിതങ്ങൾ, സാമ്പത്തികമായ കടബാധ, എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖം, ഹൃദയത്തൊക്കെ ഭാരങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള സമയമാണ്. വലതെത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്നും പരിശുദ്ധ 365 ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഈ അടുത്ത് ഒരു അമ്മച്ചിക്ക് ഞാൻ ഒരു ഇടവകയിൽ അച്ഛനാണല്ലോ, ഒരു അമ്മച്ചിക്ക് മാസാദി വെള്ളിയാഴ്ച കുർബാനയ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ ഈ അമ്മച്ചി എന്നോട് സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എത്രയോ വർഷങ്ങളായി എന്നറിയോ എല്ലാവരും ഒരുമിച്ച് ഒരു ദിവ്യബലിയിലൊക്കെ പങ്കെടുത്ത്, ദേവാലയത്തിൽ പോയി അതിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് ഓർമ്മ പോലെ എന്നിൽ നിന്ന് പോയി തുടങ്ങി അച്ഛാ. ബുദ്ധിയാകാം. ഈ അമ്മച്ചി ആ 4 ചുവരുകൾക്കുള്ളിലാണ് ആ അമ്മച്ചിയുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു കാലത്ത് ഇതിനൊക്കെ വിലയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കാക്കശ്ശേരി എന്ന് പറയുന്ന പള്ളിയിലാണ്. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും 6 കുർബാന ഉണ്ടായിരുന്നു. ഇവിടെ തലൂരുള്ള അവിടെ മൈനസ് സെമിനാരിയിലെ വൊക്കേഷനിസ്റ്റ് മൈനസ് സെമിനാരിയിലെ അഭിലാഷ് എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ അന്ന് മുളയത്തായിരുന്നു. അച്ഛൻ എൻ്റെ ബാച്ചുകാരനാണ്. അച്ഛൻ എന്നെ സഹായിക്കാൻ കാക്കശ്ശേരിയിലേക്ക് എല്ലാ ഞായറാഴ്ച വരുമായിരുന്നു. ഞാൻ 3 കുർബാന ചെല്ലും, അച്ഛൻ 3 കുർബാന ചെല്ലും. പിന്നെ രാവിലെ 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്കും കുർബാന ഉണ്ട്. ഉച്ച തിരിഞ്ഞ് 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക്. അങ്ങനെ ഒരു ദിവസം രാവിലെ 3 കുർബാന കഴിഞ്ഞ് ഞാനും അഭിലാഷച്ചനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അതിൽ കുറേ മിസ്ഡ് കോളുകൾ നോക്കിയപ്പോൾ പാലിയൂര് പള്ളിയിലെ വികാരിയച്ഛനും അവിടുത്തെ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ അതിൽ കുറേ കോളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വികാരിച്ചനെ വിളിച്ചു, അവിടുത്തെ പാലിയൂര് പള്ളിയിലെ വികാരിച്ചനെ. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, സിൻഡോച്ച, ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അവളിൽ എന്തോ ബാധ ആവശ്യിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ പലയിടങ്ങളിലും പോയി. പക്ഷേ ഈ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 30 വയസ്സുള്ളൊരു പെണ്ണിൻ്റെ സ്ത്രീയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി പാലിയിൽ വെച്ച് ആ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ കുട്ടി ആകെ ഇളകി അവിടെയുള്ള അക്വറയൊക്കെ വലിച്ച് പൊട്ടിക്കാൻ നോക്കി. അവിടുത്തെ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ ഓടി വന്ന് ഈ കുട്ടിയെ പിടിക്കാൻ നോക്കിയപ്പോൾ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ കൈയൊക്കെ കടിച്ചു കീറാനായിട്ട് നോക്കി. അപ്പോൾ അങ്ങനെ വലിയ ഒരു അവസ്ഥ സൃഷ്ടിച്ചു. ആ സമയത്ത് ഞായറാഴ്ച അവിടെ കുർബാന നടക്കുകയാണ്. അപ്പോൾ കുർബാന ചെല്ലുന്നവരൊക്കെ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു. അവിടെ ഭയങ്കര അസ്വസ്ഥത പുറത്ത്. അപ്പോൾ അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, തൽക്കാലം കാക്കശ്ശേരി സിൻഡോച്ചൻ്റെ അടുത്തേക്ക് പൊക്കോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. അതിന് പ്രിയപ്പെട്ടവർ, ഞാനും എൻ്റെ കൂടെയുള്ള അച്ഛനോടും പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഇങ്ങനൊരു ബാധ കയറിയ കേസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞു, തൽക്കാലം ഞാൻ ഇല്ല, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ അങ്ങനെയല്ല, ഒരച്ഛൻ തന്നെ പ്രാർത്ഥിച്ചാൽ പിശാച് പേടിക്കും. അപ്പം നമ്മൾ രണ്ടുപേര് നിന്ന പിശാച് ഓടിപ്പൊക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ മാനസികമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുകയാണ്, ഈ പൈശാചിക ബാധയുള്ള കുട്ടിയെ ബാധ പിടിപ്പിക്കാൻ. അങ്ങനെ ഇരിക്കില്ല, പെട്ടെന്ന് ഞാനൊരു അലറിയുള്ള ഒരു നിലവിളി കേട്ടു. അലറിക്കൊണ്ടൊരു കുട്ടി പുറത്ത്, ഞങ്ങളിങ്ങനെ ശബ്ദം കേട്ടിട്ട് ജനലയുടെ കർട്ടനൊന്ന് മാറ്റി നോക്കി, ഗ്ലാസിനുള്ളിലൂടെ കാണുകയാണ് ഈ പറഞ്ഞ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും 100 മീറ്റർ ഓട്ട മത്സരം നടത്തുന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അച്ഛനെ നോക്കി, ഇറങ്ങണോ? ഈ കൊച്ചിനാണ് പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും ഈ കൊച്ചിൻ്റെ ഹിന്ദുക്കളാണ്. ഈ കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങളാണ് അച്ഛാ, വേഗം വായോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വീട്ടുകാർ ചോദിക്കുക, ഈ അച്ഛൻ ചോദിക്കുകയാണ്, കുട്ടിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, ഞങ്ങൾ കുട്ടീനെ പിടിച്ച് അച്ഛൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നോട്ടെ? ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ ചിന്തിച്ചേ, ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടി എൻ്റെ ചെറിയ റൂമിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയൊക്കെ അവൾ തകർത്ത് കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറഞ്ഞു തൽക്കാലം പള്ളിയിൽ ഇങ്ങനെ ആൾത്താരയ്ക്ക് താഴെ നിർത്തിക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. ഞാനും അച്ഛനും കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഗോലിയാത്ത് എന്ന മല്ലനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന ദാവീദ് എന്ന ഇടയച്ചെറുക്കനെയാണ്. അവനൊരു വിശ്വാസമുണ്ട്, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്, നീ മല്ലനാണെങ്കിലും നിന്നെ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോട് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് പോകുന്നത്, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പുരോഹിതരാണ് നമ്മൾ ഒരു തിന്മയും തൊടില്ല, നമ്മൾ വിജയിച്ചിട്ടേ വരൂ. അങ്ങനെ ഒരു പരസ്പരം ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ആയുധമൊക്കെ എടുത്ത് ഇറങ്ങാണ്. എന്താണ് അച്ഛന്മാരുടെ ആയുധം? ഈ ഉറാറയും അന്നാവെള്ളം കയ്യിൽ പിടിച്ച് അങ്ങനെ ഇറങ്ങുകയാണ്. ഞാൻ ഈ അൾത്താരയുടെ മുകളിൽ നിൽക്കുകയാണ്, ഈ കുട്ടി താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയിലെന്തോ ബാധയുണ്ടല്ലോ, ഇവളല്ല സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ചുമ്മാ ചോദിച്ചു, നീ ആരാണ്? അപ്പം ഈ കുട്ടി ഒരു പേര് പറഞ്ഞു. ഞാൻ ഈ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, ഇതാണോ ഇവരുടെ പേര്? കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഇതൊന്നല്ല കേട്ടോ പേര് എന്ന് പറഞ്ഞു, ഇന്നതാ പേരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, നീ എന്തിനാണ് ഈ കുട്ടിയിൽ വന്നത്? വെറുതെ ചോദിച്ചു, നീ എന്തിനാണ് ഈ കുട്ടിയിൽ വന്നത്? അപ്പോൾ ഈ കുട്ടിയിലുള്ളിലെ ബാധ പറയുകയാണ്, ഞാൻ വന്നതല്ല, ഇവരെന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഈ കുട്ടിയുടെ അച്ഛൻ എന്താ സംഭവം? അപ്പം എന്തോ ഇതുപോലെ കൂടോത്ര മന്ത്രം ഓദിക്കാനോ എന്തോ ഒരു പരിപാടിക്ക് പോയതോ പൂജയ്ക്ക് പോയതാണ്, അങ്ങനെ കിട്ടിയ പണിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, വിട്ടുപോകാൻ പറഞ്ഞു. ഈ കുട്ടിയെ വിട്ടുപോകില്ലെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടുപോകാൻ പോകില്ലെന്നല്ല പറഞ്ഞു. പിന്നെ വാക്കുകൾ ശക്തമായി തുടങ്ങി. അപ്പം ഞങ്ങളുടെ അവിടെ പള്ളിയുടെ അടുത്തുള്ള കുറേ ചേട്ടന്മാരൊക്കെ ഈ ശബ്ദം കേട്ട് ഇത് എന്താണെന്ന് കേൾക്കാനായിട്ട് വന്നു. അപ്പം ഇങ്ങനെ അവർ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, വിട്ടുപോ വിടമാട്ടെ, ഞാൻ നാഗവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലെ ചിലരിത് കണ്ടിട്ടുള്ളേ. അപ്പം ഇത് കണ്ടോട് കൂടിയിട്ട് നല്ല ധൈര്യശാലികളായ ആരോഗ്യമുള്ള ചേട്ടന്മാരൊക്കെ അപ്പം തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ അവസാനം ഞാനുണ്ട്, എൻ്റെ കൂടെയുള്ള അഭിലാഷച്ചുണ്ട്, ഞങ്ങളുടെ പള്ളിയിലെ പാവപ്പെട്ട കപ്പിയരേട്ടനുണ്ട്, ജെയിംസ് ഏട്ടനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഹൈന്ദവ പെൺകുട്ടി പെട്ടെന്ന് സക്രാരിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവളിങ്ങനെ പറയുകയാണ് വളരെ ക്രൂരമായിട്ട്, എനിക്കറിയാം ഇതാണ് സത്യദൈവം. അവൾ പറയാണ്, എനിക്കറിയാം ഇതാണ് സത്യദൈവം എന്ന് സക്രാരിയിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്ത ഒരു കാര്യം, ഇതാണ് സത്യദൈവം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ആദ്യം ചെയ്ത കാര്യം, ആ സക്രാരി തുറന്നു, കുസ്തോതി എടുത്തു, അതിൽ ഒരു അപ്പം എടുത്തു, അത് ഈശോയാണല്ലോ, ഞാൻ എൻ്റെ ഈ വൈദിക വസ്ത്രത്തിൻ്റെ ഈ ഉടുപ്പിലിട്ടു. എന്നിട്ട് എനിക്കൊരു ധൈര്യം കിട്ടി, എന്ത്, എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ അപ്പത്തിൽ, ഈ തിന്മ ഒരിക്കലും എന്നെ തൊടില്ല. വലതുരുത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാനും അച്ഛനും യുദ്ധം ചെയ്യുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണ്. ഞങ്ങളിങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു, യേശുനാമത്തിൽ ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ചു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തലയടിച്ച് ഹന്നാവെള്ളമൊക്കെ തളിച്ച് ബോധം കെട്ട് വീണു, ചത്ത പോലെ കിടക്കുകയാണ്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനും പറഞ്ഞു,
പോയി എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ ബാധി. അപ്പോൾ ഒരു അനക്കമില്ല, ഈ കുട്ടിയിൽ ഒരു അനക്കമില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവള് പൂർവാധികം ശക്തിയോടെ ഇവൾ എഴുന്നേറ്റ് നിന്നു. ക്രൂരമായിട്ട് കണ്ണുകൾ തുറപ്പിച്ചിട്ട് എന്നെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടാ കഴിഞ്ഞടാ നിന്റെ പ്രാർത്ഥന, ഇനിയും ചൊല്ലടാ. അപ്പൊ ഞാൻ എന്ത് ഇതൊന്നും ചൊല്ലിയതൊന്നും ആയിട്ടില്ലേ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കറിയാവുന്ന കുറെ വചനങ്ങളുണ്ട് മനപ്പാടമാക്കി, അത് കുറച്ച് പറഞ്ഞു. മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി, പിന്നെ പിശാച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ല ഇങ്ങനെ വല്ല വിശ്വാസ പ്രമാണമൊക്കെ ചെല്ല. ഇതൊക്കെ ചൊല്ലിയിട്ട് ഇതിനൊരു കൊലക്കുമല്ലോ. അന്നാവെള്ളം തെളിച്ചപ്പോൾ ഞാൻ ബോധം കെട്ടുകൂടെ പോയി എന്ന് വിചാരിച്ചു, പിന്നെ എഴുന്നേറ്റ്. പ്രിയപ്പെട്ടവർ, ഈ യുദ്ധം ഞാൻ പറയും, ഇതൊക്കെ നിസാര കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഇന്ന് ചിരിക്കുന്നു, അന്ന് ഞാനൊക്കെ ഈ ഒരു മുൾമുനയിലാണ്. 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയിൽ മാറ്റം സംഭവിക്കുന്നത്. അതിനു മുമ്പൊക്കെ ഞങ്ങൾക്ക് ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ രണ്ടച്ഛമ്മ, ഞങ്ങൾ വയ്യാതെയായി. ഓടിപ്പോയിട്ട് ഞങ്ങളുടെ സങ്കടം കണ്ടിട്ട് ഞങ്ങളുടെ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷി കപ്പിയാരേട്ടൻ പോയിട്ട് അവിടെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, ഓടിപ്പോയിട്ട് മാതാവിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ഈ മാതാവേ ഞങ്ങളുടെ അച്ഛന്മാർക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ചേട്ടൻ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഇതുപോലെ വീണ്ടും തലയടിച്ച് ഇങ്ങനെ വീണു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവൾ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, എനിക്ക് മാതാവിനെ കാണണം, എനിക്ക് കൊന്ത വേണം. ഹൈന്ദവ പെൺകുട്ടി പറയുകയാണ് വലുതരത്തി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അവരങ്ങനെ സന്തോഷത്തോടെ തിരിച്ചു പോയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തി തിരിച്ചറിയണം. ഇന്നോളം ഞാൻ പൗരോഹിത്യത്തിൽ 7 വർഷം ജീവിച്ചു, 8ാം വർഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രകാലത്തെ അനുഭവമാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം പരിശുദ്ധ കുർബാനയിൽ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം ഇന്ന് വരെ കർത്താവ് ഉത്തരം നൽകിയിട്ടുണ്ട്. വലുതരത്തി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നീ വേണമെങ്കിൽ ജോലിക്ക് പോക്കോ, പഠിക്കാൻ പോക്കോ, ഏത് തിന്മ നിറഞ്ഞ സാഹചര്യത്തിൽ പോയാലും ഈ പരിശുദ്ധ കുർബാന നിന്നെ സംരക്ഷിക്കും. വലുതരത്തി ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പിന്നീട് നമുക്കുണ്ടായിരിക്കണം, എന്നുണ്ടായിരിക്കേണ്ട ഒരു ഭക്തിയാണ് ജപമാലയോടുള്ള ഭക്തി. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, ജപമാല കുടുംബങ്ങളിൽ ചെല്ലണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കറിയില്ല പിശാചൊക്കെ നമ്മുടെ പടിവാതിലെത്തിയോ, നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നിലെത്തിയോ, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലെത്തി നമ്മളെ തകർക്കാൻ ഏറ്റവും അടുത്ത് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് അവനെ പെട്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീ ഒരു അപകടം തിരിച്ചറിയണം, അവൻ അടുത്തെത്തിയിട്ടുണ്ട്. വലുതരത്തി ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അച്ഛൻ വചനം പറഞ്ഞത്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഞാനതുകൊണ്ട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന ഇല്ലേ, ഇന്ന് തൊട്ട് തുടങ്ങണം. ചേട്ടൻ വന്നിട്ടില്ല, ഭാര്യ വന്നിട്ടില്ല, മക്കൾ വന്നിട്ടില്ല, അതല്ല, നീ ആദ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. നീ ആദ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഒരു സമയം വെച്ച് കൃത്യം ആര് വന്നാലും വന്നില്ലേലും നീ ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥനയായിരിക്കും ഈ കുടുംബത്തെ ഇന്ന് വരെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. വലുതായിരിക്കും. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ചിലരൊക്കെ പറയില്ലോ, അപ്പൂപ്പന് വേറെ പണിയൊന്നുമില്ല, ഈ കൊന്ത ചെല്ലിൽ മാത്രം പണിയുള്ളൂ, അമ്മാമ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരു കാര്യമില്ല, കൊന്ത ചെല്ലും പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കും, വേറെ ഗുണമൊന്നുമില്ല എന്ന് പറയില്ലേ നമ്മൾ ചിലര്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും നിന്റെ ജീവിതത്തിൽ വലിയ അപകടമോ അനർത്ഥമോ വരാതെ ദൈവം നിന്നെ സംരക്ഷിച്ചതിന് കാരണം. വലുതരത്തി ഹല്ലേലൂയാ. എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു തീരുമാനം ഉണ്ടാകണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥന കുറയ്ക്കില്ല, പ്രാർത്ഥന കൂട്ടുകയുള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 ശക്തികളാണ് ക്രൈസ്തവ ജീവിതം. 1 പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ ജപമാല. വലുതരത്തി ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാനായിരിക്കുന്ന ദേവാലയത്തിൽ ചെറിയൊരു പള്ളിയാണ്. ചാർജ് എടുത്ത ഉടനെ കൊറോണയൊക്കെ വന്നു, പള്ളികളൊക്കെ അടയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു,
ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന 16 സെൻറ്റ് സ്ഥലവും വാങ്ങണം. അവിടെ ഒരു വൈദിക മന്ദിരം പണിയണം. ആ, കൈക്കാരന്മാരുടെ റൂം, ഓഫീസും ഗസ്റ്റും അങ്ങനെ സൗകര്യത്തോടു കൂടെ പണിയാനായിട്ട് എനിക്ക് ദർശനം കിട്ടുകയാണ്. പ്രിയപ്പെട്ട ഒരു കൊറോണ കാലഘട്ടത്തിൽ ദൈവജനം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അവിടെ പള്ളിയിൽ ചെറിയൊരു പള്ളിയാണ്, 200 വീട്ടുകാർ, സാധാരണക്കാരാണ്, പൈസയൊന്നുമില്ല. ആ സമയത്ത് ഞാൻ ബുദ്ധിയിൽ ചിന്തിച്ചു, ദൈവമേ ഇതെങ്ങനെ നടക്കും? എന്നിട്ട് പതിയെ ആളുകളൊക്കെ ദേവാലയത്തിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇങ്ങനെ എനിക്കൊരു ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദശാംശം മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പള്ളിയിലേക്ക് തരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വല്ല സ്ഥലം വിറ്റ് പോകാത്തുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, മാതാവ് ഇടപെടും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നു. അനേകം പേര് ഓരോ ആഴ്ചയിലും ഒത്തിരി പൈസ കൊണ്ട്, ഓരോ ആഴ്ചയിലും നമുക്ക് 1 ലക്ഷത്തിലധികം പൈസ കിട്ടുമായിരുന്നു. എനിക്ക് അത്ഭുതമായിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന് വലിയ ഇത് എവിടെ നിന്നാണ് ഇത്രയും പൈസ? അതിന് മാതാവ് ആരെങ്കിലുമൊക്കെ ഒരുക്കി കൂട്ടി കൊണ്ടുവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്തോഷം 1 മാസം മാത്രമേ എനിക്ക് നീണ്ടു നിന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ സ്ഥലത്തിനൊരു പൈസ, ഏകദേശം അവർക്ക് ഒരു സ്ഥലം വീട് വെച്ച് കൊടുക്കണതിന് അത്യാവശ്യം പൈസ വരും. അതുപോലെ തന്നെ ഈ വൈദിക മന്ദിരം എല്ലാം കൂടി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് 1 കോടിയോളം രൂപ വരും. ആ സമയത്ത് എനിക്ക് 10 ലക്ഷം പോലും കയ്യിലില്ലാതെ നിൽക്കുന്ന സമയം പള്ളിയിൽ. എല്ലാവരും നല്ല തീക്ഷ്ണതയോടെ ആദ്യത്തിൽ കൊണ്ടുവന്ന് തന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് ആരും കൊണ്ടുവന്ന് തരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ആവേശം കൊണ്ടെങ്കിലും ഞായറാഴ്ചയിലെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ചേട്ടനോ ചേച്ചി വന്നു, അച്ഛാ എൻ്റെ വക ഇരിക്കട്ടെ 1000 രൂപ എന്നൊക്കെ തരാറുണ്ട്. പക്ഷെ അന്ന് ആരും വന്നില്ല. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച വന്നില്ല, ചൊവ്വാഴ്ച വന്നില്ല, ബുധനാഴ്ച വന്നില്ല, വ്യാഴാഴ്ച വന്നില്ല. 3 വർഷം മുമ്പുള്ള സംഭവമാണ്, എനിക്ക് ഇന്നും ഓർമ്മയാണ്. വ്യാഴാഴ്ചയാണെന്ന് അന്ന്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി സമയപ്പോൾ എൻ്റെ ബുദ്ധിയിൽ അന്ധകാരം കയറി. ഞാനാകെ നിരാശപ്പെട്ടു, എനിക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം ഈ സ്ഥലം പോലും വാങ്ങിയിട്ടില്ല, പിന്നെയാണ് വൈദിക മന്ദിരം പണിയാൻ പോകുന്നത്. ഞാൻ എൻ്റെ കയ്യിലെ ജപമാല എടുത്ത് പള്ളിയിലേക്ക് ഇറങ്ങി. അവിടെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നല്ല രൂപമുണ്ട്. അതിന് മുന്നിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എൻ്റെ ഒരു അവിവേകമാണോ, എനിക്ക് തോന്നിയതാണോ? ഞാൻ ദൈവജനത്തോട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഇവിടെ പൈസ ഇല്ലല്ലോ, എങ്ങനെ ചെയ്യും? ഞാനിപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നാണം കെടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥ മാതാവിനോട് പറഞ്ഞ് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, പിറ്റേ ദിവസം വെള്ളിയാഴ്ച ദേവാലയത്തിലെ പള്ളിയിലെ കപ്പ്യാർ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാൻ 2 സഹോദരിമാർ കാണാൻ വന്നിട്ടുണ്ട്, അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വിട്ടോട്ടെ. അങ്ങനെ ചോദിക്കുന്ന കാരണം അച്ഛനെ നേരത്തെ ബുക്കിംഗ് ചെയ്താൽ മാത്രമേ ആരെങ്കിലും കാണാറുള്ളൂ. ആ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച് ആരും എൻ്റെ അടുത്ത് വന്നിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആരാണേലും വന്നോട്ടെ, ഞാൻ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 സഹോദരിമാർ വന്നിട്ട് ആദ്യം ഞാനിത് പറയുന്നത് ഒരു കഥയോ സ്വപ്നമോ ഒന്നുമല്ല. ഈ 2 സഹോദരിമാർ ആദ്യം വന്നിട്ട് എന്നോട് പറയുന്നൊരു കാര്യമാണ്, അച്ഛന് സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ട്. എങ്ങനെ മനസ്സിലായി? ഞങ്ങളോട് മാതാവ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞു? ഞങ്ങളോട് മാതാവ് പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളാരാ, നിങ്ങൾ എവിടെ നിന്നാ? ഞാൻ അവരുടെ പേരൊക്കെ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, 2 ഹൈന്ദവ പേരുകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പോൾ ക്രിസ്ത്യാനികളല്ലേ? അല്ല അച്ഛൻ, ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈശോയിൽ വിശ്വാസമാണ്. നിങ്ങളുടെ വീട് എവിടെയും ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്നാണ് വരുന്നത്, ഞങ്ങൾ പാവർട്ടി പള്ളിയിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് പാവർട്ടി പള്ളിയിൽ അതിരാവിലെ കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വികാരിച്ചിനോട് ചോദിച്ചു, ഇവിടെ മാതാവിൻ്റെ ഏതെങ്കിലും ദേവാലയം ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കാക്കശ്ശേരി മാതാവിൻ്റെ ഒരു ചെറിയ പള്ളിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയിൽ വന്ന് അവിടെ നിങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ വാട്സപ്പിലൊക്കെ കണ്ടു കാണും, ഈ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിന്ന് എണ്ണയൊഴുകുന്നു. മറ്റൊരു ദിവസം അവിടെ ഒരു 6:30 തൊട്ട് പുലർച്ചെ 1 മണി വരെ വലിയ സുഗന്ധാഭിഷേകം. അവിടെ വന്ന എല്ലാവർക്കും സുഗന്ധാഭിഷേകം കൊടുത്തു. അനേകായിരങ്ങൾ വന്നിട്ടുള്ള ഗ്രോട്ടോയാണ് അച്ഛൻ ഇപ്പോൾ ആയിരിക്കുന്ന കാക്കശ്ശേരിയിലെ പാവർട്ടി പള്ളിയുടെ തൊട്ടടുത്തുള്ള കാക്കശ്ശേരി പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ആ ദേവാലയം. നിങ്ങൾക്കൊക്കെ സ്വാഗതം. ഈ ദിവസങ്ങളിലൊക്കെ 14 പള്ളി സന്ദർശനം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി പേര്, ധാരാളം മക്കൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രോട്ടോയിൽ ഈ ഹിന്ദുക്കൾ 20 രൂപ, ആ സംഖ്യ പോലെ ഇന്ന് എനിക്ക് ഓർമ്മയാണ്, 20 രൂപ ഇട്ടപ്പോൾ മാതാവ് പറഞ്ഞു, നിങ്ങളുടെ ഈ മാസത്തെ ദശാംശം ഈ ദേവാലയത്തെ കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് 12,200 രൂപയായിട്ട്. ഇത്രയും നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവം, ആ സംഖ്യ പോലെ എനിക്ക് ഓർമ്മയാണ്.
കാരണം എന്താ? എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയിൽ മാതാവ് ഇടപെട്ടതാണ്. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് അതോടുകൂടി മാതാവ് എൻ്റെ അവിശ്വാസം ഇങ്ങനെ പരിഹരിച്ചു. മാതാവ് ഒരു കാര്യം പറഞ്ഞാൽ, സ്വർഗം ഒരു ദർശനം തന്നാൽ പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ടത്, അത് വിശ്വസിച്ച് അങ്ങ് ചെയ്താൽ മതി. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞാൻ ഒരിക്കലും സംശയിക്കാതിരിക്കാൻ ഒത്തിരി അരമണിക്കൂർ ദൂരെ യാത്ര ചെയ്തിട്ട് അവർ എൻ്റെ പള്ളിയിൽ വന്നു, ഒരിക്കലും വരാത്ത എൻ്റെ ചെറിയ പള്ളിയിൽ വന്നിട്ട് പറയാണ് മാതാവ് പറഞ്ഞു എന്ന് വന്നിട്ട് പൈസ തരികയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് രാവിലെ വരെ ആ ഹൈന്ദവ കുടുംബത്തിലെ വ്യക്തി കാക്കശ്ശേരി പള്ളിയിൽ വന്നിട്ടാണ് ദിവ്യബലിയിൽ പങ്കെടുത്ത്. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവിശ്വാസമെങ്കിലും അവിശ്വാസത്തിൻ്റെ കണികയിലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാക്കശ്ശേരിയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഞെരുക്കത്തിൽ ജപമാല ചൊല്ലി മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരു വേറെ എവിടെയോ നിന്ന ആളുകളെ കൂട്ടിക്കൊണ്ടു വന്നാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് മാതാവ് പറഞ്ഞു എന്ന്, എൻ്റെ മകൻ എന്തോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു, പുറത്ത് ഞാൻ ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 23 അഭിവന്ദ്യ ടോണി പിതാവ് വന്ന് ആ മനോഹരമായ വൈദിക മന്ദിരം വെഞ്ചരിച്ചു. ഏറ്റവും നല്ലൊരു വൈദിക മന്ദിരം ദൈവകൃപയാൽ അവിടെ പണിയപ്പെട്ടു. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്കൊക്കെ സ്വാഗതം അങ്ങോട്ട് ആ ദേവാലയത്തിലേക്ക്. വലിയ അനുഗ്രഹം. പിന്നെ മാതാവ് അവിടെ പറഞ്ഞു, അവിടെ വന്ന് മക്കളില്ലാത്ത ദമ്പതികൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 5, 10, 15, 20 കഴിഞ്ഞ മാസാദി ശനിയാഴ്ച അവിടെ ശുശ്രൂഷയുണ്ട്. 25 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് കുഞ്ഞിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കും. കൈകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തി, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നവരാണ് നമ്മുടെ കർത്താവ്. വലുതരുത്തി ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ദർശനത്തിൽ പ്രത്യക്ഷത്തിൽ പറഞ്ഞ 2 കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ്റെ സന്ദേശം നിർത്തുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ. പരിശുദ്ധ അമ്മേനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മാത്രം പ്രഘോഷകനായിട്ട് നീ മാറരുത് എന്ന് പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പ്രഘോഷകനായിട്ട് നീ മാറരുത്, മറിച്ച് നീ എൻ്റെ കുരിശിൻ്റെ പ്രഘോഷകനായിട്ട് മാറണം. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിപ്പോൾ എന്താണ്, ധ്യാന കേന്ദ്രത്തിൽ വന്നു, അനുഗ്രഹം കിട്ടിയാൽ മതി, ജോലി കിട്ടിയാൽ മതി, വിസ തടസ്സം മാറിയാൽ മതി, ഫുൾ A+ കിട്ടിയാൽ മതി, ഒരു ചെറിയ രോഗം വന്ന് രോഗം മാറിയാൽ മതി. ഇത്രയും നമുക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധമുള്ളൂ. അത് കിട്ടിയ ദൈവം നല്ലവൻ, അത് കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തി, വിശ്വാസം നിർത്തി. നാണമുണ്ടോ? നാണമുണ്ടോ? അങ്ങനെ പോയി നമ്മൾ സത്യത്തിൽ നല്ല ക്രൈസ്തവരാകില്ലേ? ഈശോ പറഞ്ഞേ, നിങ്ങൾ ശരിക്കും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുരിശുണ്ടാകും, സഹനം ഉണ്ടാകും. എന്നെ ആരെങ്കിലും ശരിക്കും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുരിശെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ മാത്രം നേടാൻ, അനുഗ്രഹമൊക്കെ കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിൽ ഒന്ന് കാര്യം വിചാരിച്ച പോലെ അത് ദൈവം നടത്തി തരും. അപ്പോൾ നമ്മൾ അതിനൊന്ന്, ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അപ്പോൾ ദൈവം നമുക്ക് സഹനവും തരും, കുരിശും തരും. അപ്പോൾ ദൈവം മോശക്കാരനായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്. ആ ദൈവം നിനക്ക് തരുന്ന സമ്മാനമായിട്ട് നീ കണ്ട് കുരിശിനെ കൂടി സ്നേഹിക്കാൻ, സഹനത്തെക്കുറിച്ച് കൂടി സ്നേഹിക്കാനായിട്ട് നിനക്ക് പറ്റണം. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ആയിരിക്കുന്നവർ പലതരം ദുഃഖങ്ങളിലായിരിക്കും, ഞെരുക്കങ്ങളിലായിരിക്കും, മാനസിക പ്രയാസങ്ങൾ. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഒന്ന് നിന്റെ കുരിശ് ഏതോ ആയിക്കൊള്ളട്ടെ, സഹനം നീ ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും, നീ അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. വലുതരുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ 2ാമതായിട്ട് പറഞ്ഞ കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ നിർത്തുകയാണ്. എൻ്റെ വിമല ഹൃദയത്തിന് എല്ലാവരെയും പ്രതിഷ്ഠിക്കണം. എൻ്റെ വിമല ഹൃദയത്തിന് എല്ലാവരും പ്രതിഷ്ഠിക്കണം. നിങ്ങൾക്ക് ഒരു പക്ഷേ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറഞ്ഞ് ഇവിടെ തൃശ്ശൂർ DBCLCയിലൊക്കെ കിട്ടും, അരമനയ്ക്കടുത്തുള്ള ബുക്ക് സ്റ്റോളിലൊക്കെ. ജോസ് ഉപ്പാണിയച്ഛൻ്റെ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറഞ്ഞ പുസ്തകം, 33 ദിവസത്തെ പ്രതിഷ്ഠാജപമുണ്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ ദേവാലയത്തിൽ അത് നടത്തണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ
വർഷം ഞാൻ പറയാണ്, ദൈവജനത്തോട് പറഞ്ഞു, അതായത് ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ട് ഈ ദർശനമൊക്കെ കിട്ടുന്നു. അപ്പോൾ ഞാൻ 2ാം വർഷമായപ്പോൾ മാർച്ച് 25 പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, എനിക്ക് ആ ദിവസം ദൈവജനം മുഴുവൻ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ പ്രതിഷ്ഠിക്കുന്നതാണ് എനിക്കിഷ്ടം. അന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ ഒരു പ്രതിഷ്ഠ തുടങ്ങി, വിമല ഹൃദയ പ്രതിഷ്ഠ. ഞാൻ പറഞ്ഞു, കുർബാന കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കണം. 33 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വിചിന്തനങ്ങൾ വായിക്കും, ബൈബിൾ വായിക്കും, പ്രാർത്ഥനകൾ ചൊല്ലും, ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പറയും, അത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ആദ്യം അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് 1 അല്ലെങ്കിൽ ഒരു 10-20 പേര് കാണുമായിരിക്കും എന്ന്. കാരണം എല്ലാവർക്കും കുർബാന കഴിഞ്ഞ തിരക്കല്ലേ. രാവിലെ 6:30 കുർബാന, 7:10 തീരും. അപ്പോഴേക്കും ഞാൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും കാണാനുണ്ടാവില്ല, ആളുകൾക്ക് തിരക്കാണ്. ആ സമയത്താണ് വീണ്ടും 20 മിനിറ്റ് 7:30 ഈ ശുശ്രൂഷ കഴിയുക. അപ്പം ഞാൻ വിചാരിച്ചു, എല്ലായിടത്തും ഒരു കുറച്ച് ഭക്തസ്ത്രീകളൊക്കെ ഉണ്ടാവില്ല, 10-20 പേര് കാണായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഞാൻ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ പള്ളിയിലെ ഗ്രോട്ടോയിൽ നിന്ന് എണ്ണയൊഴുകിയത്. ദൈവജനത്തിന് വലിയ വിശ്വാസമായി. അമ്മ എന്തോ ഒരു അടയാളം കാണിച്ചിട്ട് ഒത്തിരി മക്കൾക്ക്, പ്രതി യുവതിവാക്കൾ പൊട്ടിക്കരയുന്നത് ഞാൻ അന്ന് കണ്ടു. അവർ അനുഭവിച്ചാൽ മാത്രമേ കരയുള്ളൂ. യുവതിവാക്കൾ അവർക്ക് പെട്ടെന്ന് വിശ്വാസം കിട്ടില്ലേ, അവർക്ക് കിട്ടിയ കളയുമില്ല. വലുതരത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദിവസം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് ഞാൻ കുർബാന കഴിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, 200ഓളം പേര് കുർബാന കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. വലുതരത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആദ്യ വർഷം നടത്തി, 2ാം വർഷം നടത്തി. അപ്പോൾ ഞാൻ എൻ്റെ കാക്കശ്ശേരി പള്ളിയിൽ 3 വർഷം പൂർത്തിയാക്കി. 3 വർഷം. പൊതുവെ ഒരു അച്ഛനും ഒരു ഇടവകയിൽ 3 വർഷം ഇരുത്തുള്ളൂ. എൻ്റെ 3 വർഷം കഴിഞ്ഞു, കംപ്ലീറ്റഡ്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ തീർന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം, ദൈവം ഈ വർഷം ഞാൻ ഇവിടുന്ന് മാറിപ്പോകണ്ടേ. അപ്പം എനിക്ക് മാതാവിൻ്റെ ദർശനവും മാതാവിൻ്റെ സാന്നിധ്യവും ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് ഞാൻ മാതാവ് ഈ വർഷം ഇവിടുന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പോകണ്ടേ എന്ന സങ്കടമൊക്കെ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ അതിരൂപതയിലെ വികാരി ജനറൽച്ച എന്നെ വിളിച്ചിട്ട് പറയുകയാണേ, സിൻഡോച്ച ഒന്നും വിചാരിക്കരുത്, മാറ്റേണ്ട സമയമായെന്നൊക്കെ അറിയാം, പക്ഷെ സിൻഡോച്ചൻ 1 വർഷം കൂടി ആ ദേവാലയത്തിൽ ഇരിക്കണം. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എനിക്ക് അത്ഭുതമാണ്. കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിന് മുമ്പ് ഈ ലോകത്തെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ദർശനങ്ങളൊക്കെ കിട്ടി അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ പിന്നീട് ഒരിക്കൽ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കുന്നത്, 2ാം വരവിന്നമ്മേ മേരി കന്യാമാതാവേ. അപ്പം ഞാൻ പറയുന്നത്, ഇതെനിക്ക് മാത്രം കിട്ടിയ ദർശനമല്ല, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം വൈദികർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ദർശനമാണ്. ഞാനിങ്ങനെ ഒരു ദർശനത്തെക്കുറിച്ച് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്കിതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ട്. മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണ ഒഴുകുന്നു, സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു, മാതാവ് ഇന്ന ദർശനങ്ങൾ തരുന്നു. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആദ്യത്തിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അണക്കരയിലുള്ള ഡൊമിനിക് അച്ഛനെ പോയി കണ്ടു. അച്ഛനോട്, അച്ഛൻ്റെ സെക്രട്ടറി അച്ഛനോടൊക്കെ പ്രത്യേകം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇടവയിൽ ഞങ്ങൾക്ക് ഡൊമിനിക് അച്ഛനൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പ്രിയപ്പെട്ടവരെ, ഡൊമിനിക് അച്ഛൻ, അണക്കരയിലെ അച്ഛൻ എനിക്ക് 1/2 മണിക്കൂർ സമയം അനുവദിച്ചു. അവിടെയുള്ള എല്ലാ ദർശനങ്ങളും മാതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഡൊമിനിക് അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്, അച്ഛനിത് ഇന്നേ കിട്ടിയിട്ടുള്ളൂ, എന്നോടൊക്കെ പണ്ടേ മാതാവ് പറഞ്ഞതാണെന്ന് കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ച് അവസാനം ഡൊമിനിക് അച്ഛൻ പറഞ്ഞു, അവിടെ മാതാവ് വന്നു എന്നുള്ളതും അച്ഛന് കിട്ടിയ ദർശനങ്ങളൊക്കെ സത്യമാണ്. നമ്മൾ തീരുമാനമെടുക്കുക, ഇനി എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ മരണം വരെ ഞാൻ ഇന്നും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ടാകും. പിന്നെ മാതാവ് പറഞ്ഞ ഒരു സഹനങ്ങളുണ്ടാകും, സഹനങ്ങൾ ഏറ്റെടുക്കണം. കർത്താവ് ഈ ലോകത്തെ രക്ഷിച്ചത് കുരിശിലൂടെയും സഹനത്തിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, അതൊക്കെ പിറുപിറുക്കാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റട്ടെ. നമുക്ക് ഈ ലോകത്തിൽ അതിന് പ്രതിഫലം കിട്ടും, സ്വർഗത്തിലും കിട്ടും. വലുതായി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.